ഹലോ അസ്സലാമലൈക്കും. ഇന്ന് ഞാൻ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതുപോലെ നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. നമുക്ക് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്നുള്ളത്. അപ്പം ഞാനിവിടെ ആദ്യം തന്നെ 2 ഉരുളക്കിഴങ്ങ് ഒന്ന് വേവിച്ച് തൊലിയൊക്കെ കളഞ്ഞ് നല്ലപോലെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും തന്നെ കട്ടയില്ലാതെ നന്നായിട്ട് ഉടച്ചെടുക്കാൻ നോക്കുക. നമ്മളെന്തെങ്കിലും ഇഞ്ചിയൊക്കെ കുത്തുന്ന കല്ലുണ്ടല്ലോ, അത് വെച്ചൊന്ന് കുത്തിയിട്ട് ഉടച്ചെടുത്താലും മതി. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർക്കുന്നുണ്ട്. കോൺഫ്ലോർ ഇല്ലെങ്കിൽ മാത്രം നിങ്ങൾ മൈദ ചേർത്ത് കൊടുക്കുക. കാരണം കോൺഫ്ലോർ ചേർക്കുമ്പോൾ ഇത് നല്ലപോലെ ക്രിസ്പി ആയിട്ട് കിട്ടും. മൈദ ചേർക്കുമ്പോൾ അത്ര അങ്ങോട്ട് ക്രിസ്പി ആവില്ല. അപ്പോൾ അതില്ലാത്തവർ മാത്രം മൈദ ചേർത്താൽ മതി. അപ്പോൾ ഞാൻ ഇവിടെ 3 ടേബിൾ സ്പൂണാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിനകത്തോട്ട് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും 2 നുള്ളു മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നിങ്ങൾ ഉരുളക്കിഴങ്ങിൻ്റെ വലുപ്പത്തിനനുസരിച്ച് പൊടി കുറച്ച് വ്യത്യാസം വരും. അപ്പോൾ ആദ്യം ഒരു 2 സ്പൂൺ ഇട്ടിട്ട് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇതിൽ നമ്മൾ ഒരുപാട് മസാലയൊന്നും ചേർക്കുന്നില്ല, കാരണം നല്ല ലൈറ്റ് ആയിട്ടുള്ളൊരു ഫ്ലേവറാണ്. അപ്പോൾ കുട്ടികൾക്ക് അതായിരിക്കും കൂടുതൽ ഇഷ്ടം ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചേർത്തിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരുപാട് അങ്ങ് കയ്യിൽ ഒട്ടിപ്പിടിക്കാത്ത പരുവാവണമെന്നൊന്നുമില്ല. ഒന്ന് നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന പരുവായാൽ മതി. അത് 2 കയ്യിലൊന്ന് എണ്ണ തടവിയതിന് ശേഷം കുഞ്ഞു കുഞ്ഞു ബോളാക്കിയിട്ട് നമുക്കിത് എടുക്കണം. എത്രത്തോളം ചെറിയ ബോളാക്കി എടുക്കുന്നു അത്രത്തോളം ടേസ്റ്റ് ഉണ്ടാകും കഴിക്കാനായിട്ട്. അപ്പോൾ നല്ലപോലെ നമുക്കിത് ഉരുട്ടിയെടുക്കാം. ഇതേപോലെ ഒന്ന് ഉരുട്ടിയെടുത്താൽ മതി. ഇതിൻ്റെ പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടാണ് ഉണ്ടാവുക, അതേപോലെ തന്നെ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉണ്ടാവുക. അതുകൊണ്ടാണ് പറഞ്ഞത് കുഞ്ഞു കുഞ്ഞു ബോൾസാക്കി എടുത്താൽ മതി എന്നുള്ളത്. അപ്പോൾ അതേ ഞാൻ എല്ലാം ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ചെറിയ ബോൾസാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇനി നമ്മളിത് ഫ്രൈ ചെയ്യാൻ പോവുകയാണ്. അതുപോലെ തന്നെ നമ്മളിത് ഫ്രൈ ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ കഴിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അങ്ങ് സോഫ്റ്റ് ആയിട്ട് പോവും. അപ്പോൾ ഞാൻ ഇതുപോലൊരു ഫ്രൈ പാനിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് കുറേ എണ്ണം ഒരുമിച്ച് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്കിതൊരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. തീ കുറച്ച് വെക്കണ്ട, ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വേവിച്ചാലും കുഴപ്പമൊന്നുമില്ല. കാരണം നമ്മളിത് ഉരുളക്കിഴങ്ങൊക്കെ വെന്തതാണ്. ആകെ ഒരു കോൺഫ്ലോർ ഒന്ന് വേവണം, അത്ര മാത്രമേ ഉള്ളൂ. അതിന് ഒത്തിരി സമയമൊന്നും എടുക്കില്ല. അപ്പോൾ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമോ അല്ലെങ്കിൽ ഹൈ ഫ്ലെയിമിലോ ഇട്ട് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ കരിയാതെ നമുക്കൊന്ന് പെട്ടെന്ന് തന്നെ തിരിച്ചിട്ട് കൊടുക്കാം. നമ്മൾ വൈകുന്നേരം കുട്ടികൾക്ക് പെട്ടെന്നൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നതാണ്. ആകെ നമുക്ക് ആവശ്യമുള്ളത് ഉരുളക്കിഴങ്ങ് മാത്രമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉരുളക്കിഴങ്ങിൻ്റെ കുറേ റെസിപ്പീസ് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് തന്നെ കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ ഇത് 2 സൈഡും ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതെടുത്ത് മാറ്റാം. അപ്പോൾ നമ്മൾ എണ്ണ നന്നായിട്ട് പോകാനായിട്ട് ഇതൊന്ന് ചരിച്ച് വെച്ച് കൊടുത്താൽ മതി. അങ്ങനെ ഒത്തിരി അങ്ങ് എണ്ണയൊന്നും ഉണ്ടാവില്ല. എന്നിട്ട് നമ്മൾ ടിഷ്യൂ പേപ്പറിൽ ഇട്ടാൽ മതി. അപ്പോൾ ബാക്കിയുള്ളതും കൂടി നമുക്കെടുത്ത് മാറ്റാം. അപ്പോൾ ഇനി നമുക്ക് ഇതേപോലെ തന്നെ അടുത്ത ബാച്ച് ഒന്ന് ഇട്ടെടുക്കാം. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക കേട്ടോ. ഇത് എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് അറിയില്ല. എന്നെപ്പോലെ ഉരുളക്കിഴങ്ങ് ഇഷ്ടമുള്ളവർക്ക് ഇതെന്തായാലും ഇഷ്ടമാവും. അതുപോലെ തന്നെ കുട്ടീസിന് ഭയങ്കരമായിട്ട് ഇഷ്ടമാവും. ഇത് നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ കൂടെ ടൊമാറ്റോ സോസ് നിർബന്ധമായിട്ട് സെർവ് ചെയ്യണം. കാരണം അപ്പോഴാണ് ഇതിൻ്റെ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് അറിയുള്ളൂ. അല്ലാതെ നമ്മൾ ലൈറ്റ് ആയിട്ടുള്ള ഫ്ലേവർ അല്ലേ കൊടുത്തേക്കുന്നത്. അപ്പോൾ എന്തായാലും ടൊമാറ്റോ സോസിൻ്റെ കൂടെ തന്നെ സെർവ് ചെയ്യുക. അപ്പോൾ കുട്ടീസിന് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു കിടിലൻ വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.